അത് ചോദിക്കുന്ന കാര്യത്തിക്ക് ഇപ്പം നിങ്ങൾ ഒരു ചോദ്യം ഉണ്ടായിരിക്കും, എനിക്ക് ഇതുവരെ വിവാഹം കഴിഞ്ഞിട്ടില്ല, നമുക്ക് എപ്പോൾ നമുക്ക് വിവാഹം നടക്കും? അത് നിങ്ങൾ പറയുമ്പോൾ അപ്പോൾ നിങ്ങൾ വിവാഹം നടക്കും, ഇത്ര മാസത്തുക്കുള്ള നിങ്ങൾക്ക് വിവാഹം നടക്കാനുള്ള ചാൻസ് നടക്കും. അത് ഒരാളുടെ ജീവിതത്തിൽ 27 ഘട്ടങ്ങളായിട്ട് വിശദമായി പറഞ്ഞിട്ടുണ്ട്. അത് ഓരോരോ ഈ ഓലക്കെട്ടുകളാണ്. കാണിക്കാവോ? ഇതിലിപ്പോ സാധാരണക്കാരനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകന് അതിനെ വലിയ ലെവലിലേക്ക് ഉയരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, അവർ വന്ന് നാടി നോക്കുകയാണെങ്കിൽ, അവർക്ക് അതിനുള്ള യോഗം ഉണ്ടെങ്കിൽ അതിന്റെ വഴികളെല്ലാം തെളിഞ്ഞ് കാണും. അത് അങ്ങ് പറഞ്ഞു കൊടുക്കുമെന്നാണല്ലോ പറയുന്നത്, അല്ലേ? തീർച്ചയായിട്ടും പറയും. അത് ഏത് വയസ്സ് സംഭവിക്കും, എത്ര മാസത്തിനകത്ത് സംഭവിക്കും, എങ്ങനെ അതുക്കുള്ള പ്രതിബദ്ധികൾ അങ്ങ് പറയും. നിങ്ങൾക്ക് അതുകൊണ്ട് യോഗം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വഴിക്ക് പോയാൽ മതി, ഇല്ലെങ്കിൽ നിങ്ങൾ അത് വഴിക്ക് പോവേണ്ട. നിലവിലിപ്പം മോദിയൊക്കെ വളരെ വലിയ ലെവലിലേക്ക് ഉയർന്നു വന്നുകൊണ്ട് അതിന്റെ പിന്നിൽ ഒരു വ്യക്തിയുടെ പ്രഭാവമാണോ, അതിന്റെ പിന്നിൽ ആത്മീയമായിട്ടുള്ള ഒരു ബലമുണ്ടോ എന്നൊക്കെ നമുക്ക് സംശയം തോന്നും. അത് ഈ ജാതകം ഇല്ലാത്തവർക്കുള്ള സൗകര്യമാണോ ശരിക്കും? ആക്ച്വലി ഒരു ജാതകം ഇല്ല, എനിക്ക് സമയം ഇല്ലാത്ത ഒരാൾക്ക് സൂപ്പർ, ഇതാണ് നമുക്ക് നല്ല മെയിൻ ആണ് ക്വസ്റ്റ്യൻസ്. അമേസിംഗ് റേയിലേക്ക് ഏവർക്കും സ്വാഗതം. നാം ഇന്ന് കാണാൻ പോകുന്നത് വളരെയധികം ആകാംക്ഷ ജനിപ്പിക്കുന്നതും അത്ഭുതം ജനിപ്പിക്കുന്നതുമായ നാഡീ ജ്യോതിഷം എന്ന് ഏവർക്കും അറിയാവുന്നതും ചിലർ പുതിയതായിട്ട് കേൾക്കുന്നതുമായ ഒരു വിഷയമുണ്ട്. അതിലേക്ക് നമുക്ക് കടക്കാം. നമ്മുടെ മുന്നിൽ ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ വന്നിരിക്കുന്നത് പ്രശസ്ത നാഡി അസ്ട്രോളജർ കെ ഉത്തമരാജൻ. അദ്ദേഹം തിരുവനന്തപുരം ശ്രീകണ്ഠേശ്വരത്താണ് നിലവിൽ ഉള്ളത്. തമിഴ്നാട് സ്വദേശിയാണ്. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം നമ്മോട് നേരിട്ട് അവതരിപ്പിക്കുന്നതാണ്. അപ്പോൾ അതിനു മുമ്പ് പ്രേക്ഷകരോടുള്ള അഭ്യർത്ഥന, നിങ്ങളുടെ ഷെയറും ലൈക്കും കമൻസുമാണ് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റ് ഇടുക, ഷെയർ ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. നമസ്തേ. നമസ്കാരം. ഉത്തമസ്വാമി, അങ്ങയുടെ നാഡി അസ്ട്രോളജി നോക്കുന്ന ജീവിതത്തിൽ രാഷ്ട്രീയക്കാരുടെ ജാതകങ്ങൾ നോക്കിയിട്ടുണ്ട്? കേരളത്തിലാണോ തമിഴ്നാട്ടിലാണോ? നമുക്ക് കേരളത്തിൽ നോക്കിയിട്ടുണ്ട്, ഡൽഹിയിൽ നോക്കിയിട്ടുണ്ട്, അവിടെ ഇരിക്കുന്ന ആൾക്കാർ ഇവിടെയും വന്ന് നോക്കിയിട്ടുണ്ട്. പക്ഷേ പേര് നമുക്ക് വന്നിട്ട് ഓർമ്മയില്ല. ആ നോക്കി അവങ്ങൾക്ക് ചില കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ഈ നാഡിയിൽ സൂക്ഷ്മനാഡി എന്ന് പറയുന്ന ഒരു നാഡിയെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അതാണോ എടുത്തിട്ട് ഇവർ നോക്കുന്നത്? അതാണ് എടുത്തിരിക്കുന്നത്. സൂക്ഷ്മനാഡി എന്ന് പറയുന്നത് அவங்களுக்கு ஒரு இம்பார்ட்டன்ட் நியூஸ்லாம் வந்துட்டு அவங்க എന്താണോ ഉദ്ദേശിച്ച് വരുന്നത് അത് കിട്ടും. അത് അവർ പ്രതീക്ഷിച്ചിട്ടില്ലാത്ത കാര്യങ്ങളും അതിനകത്ത് വരും. അത് രാഷ്ട്രീയ കാണ്ഡം ഏത് മേഖലയിലും പോകും. ഇപ്പോൾ ഒരുപാട് രാഷ്ട്രീയത്തിൽ വന്നിട്ട് കമ്മ്യൂണിസ്റ്റ്, BJP, ADMK, DMK ഇങ്ങനത്തെ ഉള്ള പല രീതിയിലുണ്ട്. അതിൽ ഏത് രീതിയിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ഗുണം ഉണ്ടാകും എന്ന് പറയും. അതായത് നമ്മൾ അനിശ്ചിതത്വം നിറഞ്ഞ ഒരു മേഖലയാണ് ഈ സിനിമാ മേഖലയും ഈ രാഷ്ട്രീയ മേഖലയും. നമുക്ക് പ്രതീക്ഷിക്കാത്ത ഒരാള് നാളെ പെട്ടെന്ന് പ്രധാനമന്ത്രിയാവുന്നു, പ്രസിഡന്റ് ആകുന്നു, അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കുന്നു. തീർച്ചയായിട്ടും. അപ്പൊ ഇതിലിപ്പോ സാധാരണക്കാരനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകന് അതിനെ വലിയ ലെവലിലേക്ക് ഉയരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, അവര് വന്ന് നാടി നോക്കുകയാണെങ്കിൽ, അവർക്ക് അതിനുള്ള യോഗം ഉണ്ടെങ്കിൽ അതിന്റെ വഴികളെല്ലാം തെളിഞ്ഞ് കാണും. അത് അങ്ങ് പറഞ്ഞു കൊടുക്കുമെന്നാണല്ലോ പറയുന്നത്, അല്ലേ? തീർച്ചയായിട്ടും പറയും. അത് ഏത് വയസ്സ് സംഭവിക്കും, എത്ര മാസത്തിനകത്ത് സംഭവിക്കും, എങ്ങനെ അതുക്കുള്ള പ്രതിബദ്ധികൾ അങ്ങ് പറയും. അവരുടെ സംശയങ്ങൾ, അതിനുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കും. പരിഹാരങ്ങൾ അതിനകത്ത് ഉണ്ടെങ്കിൽ അങ്ങ് പറയും. അപ്പൊ അതിൽ ഉണ്ടെങ്കിൽ മാത്രം യോഗം ഉണ്ടെങ്കിൽ അത് തെളിഞ്ഞു വരും. അത് യോഗം ഉണ്ടെങ്കിൽ മാത്രമേ, തടസ്സം ഉണ്ടെങ്കിൽ അവര് പരിഹാരം വരും, ഇല്ലെങ്കിൽ വരൂല്ല. ഇല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ എടുത്ത് വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല, പറഞ്ഞ കാര്യമില്ല. അപ്പൊ അതുകൊണ്ടുള്ള ഗുണമെന്ന് വെച്ചപ്പോ രാഷ്ട്രീയത്തിൽ വെറുതെ ഒരുപാട് വർഷം പാഴാക്കി കളയണ്ട. അപ്പൊ തലയെഴുത്ത് ഉണ്ടെങ്കിൽ മാത്രമേ ഉപയോഗപ്പെടുത്തും, അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് അതുകൊണ്ട് യോഗം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വഴിക്ക് പോയാൽ മതി, ഇല്ലെങ്കിൽ നിങ്ങൾ അത് വഴിക്ക് പോവേണ്ട. നമ്മൾക്ക് ഒരാൾക്ക് ഞാൻ വന്നിട്ട് നേരത്തെ നോക്കി പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വന്നിട്ട് ഇത് കേരളത്തിൽ തന്നെ നോക്കിയത്. അവങ്ങളിത് ചോദിച്ചു, എനിക്ക് ഇത് സീറ്റ് കിട്ടുമാണെന്ന് ചോദിച്ചു. പക്ഷേ സീറ്റ് കിട്ടില്ല. ആണക്കാ അതിനുള്ള ഒരു സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിൽക്കുള്ള ഒരു ഉയർച്ചകൾ നിങ്ങൾക്ക് ഉണ്ടാകും, ഒരു ബഹുമാനം കിട്ടും. അതായത് രാഷ്ട്രീയത്തിൽ മന്ത്രിയോ ആകാൻ ചാൻസ് ഇല്ല, ആയില്ലെങ്കിലും ചിലപ്പോ ഒരു ബോർഡ് മെമ്പറോ അല്ലെങ്കിൽ അതற்கനുസരിച്ചിട്ടുള്ള ഒരു
പദവി കിട്ടും, രാഷ്ട്രീയമായി നിൽക്കുന്നിടത്ത് ഉയർന്ന പദവികൾ ഉയർന്ന പദവി കിട്ടുമെന്ന് അത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ രണ്ട് മേഖല ഉണ്ടെങ്കിൽ രണ്ടും അറിയാൻ പറ്റും. രണ്ടും അറിയാൻ പറ്റും. സ്വാമി, തമിഴ്നാട്ടിൽ ഇപ്പോൾ സിനിമാ താരമായിരുന്ന വിജയ് വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം സിനിമയൊക്കെ നിർത്തിയിട്ട് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നു. അപ്പോൾ അതുപോലെ പല രാഷ്ട്രീയക്കാരുടെയും ജാതകങ്ങൾ അങ്ങ് ഈ തമിഴ് സിദ്ധ പാരമ്പര്യത്തിന്റെ മൂല്യങ്ങൾ വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു? சில ஆள்காருக்கு வந்து நோக்கிட்டு ஆனாக்கா சில ஆள்காருக்கு வந்து வரணும்னு விதி உள்ள சமயத்திலுமே அவங்களுக்கு வரானுள்ள சாத்தியதை உண்டாகும். അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും വന്നിട്ട് രാഷ്ട്രീയത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അത് വരുന്ന ആൾക്കാർക്ക് എപ്പോൾ വിജയത്തിൽ എത്തും, ഏത് രീതിയിൽ അവർ വിചാരിക്കുന്ന സ്ഥലത്ത് എത്തുമെന്ന് അത് വ്യക്തമായിട്ട് തന്നെ പറയാൻ പറ്റും. അല്ല, നിലവിലിപ്പം മോദിയൊക്കെ വളരെ വലിയ ലെവലിലേക്ക് ഉയർന്നു വന്നല്ലോ. അതിന്റെ പിന്നിൽ ഒരു വ്യക്തിയുടെ പ്രഭാവമാണോ, അതിന്റെ പിന്നിൽ ആത്മീയമായിട്ടുള്ള ഒരു ബലമുണ്ടോ എന്നൊക്കെ നമുക്ക് സംശയം തോന്നും. പല ആൾക്കാർക്ക് ഒരു അത്ഭുതം തന്നെയാണ് അതിന്റെ പിന്നിലുള്ളത്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇതുമായി എന്തെങ്കിലും ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയമുണ്ടോ? അത് இப்போ മോഡിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ அவங்க വന്നിരിക്കുന്നത് വന്നിട്ട് അദ്ദേഹം ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് എത്തുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷെ എത്താനുള്ള സമയം വന്നിരിക്കുന്ന കാരണം എന്താണെന്നാക്കാ അദ്ദേഹത്തിക്ക് ഋഷികന്മാരുടെ ആശീർവാദം അനുഗ്രഹങ്ങളും ഉണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ அவங்க வந்து പണ്ട് ജന്മത്തിൽ ജനിച്ചത് ராமாயணத்தில் விஸ்வாமித்தருடைய வர்க்கத்தில் உள்ள വ്യക്തിയുടെ ആശീർവാദം ഉള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിക്ക് ഇതുപോലത്തെ ഒരു സ്ഥലങ്ങളിൽ എത്താനുള്ള ചാൻസ് ഉണ്ട്. ഈ ലോകത്തിൽ വേറെ എവിടെയും கிடையாது, ഇന്ത്യയിൽ മാത്രമാണ്. എല്ലാ ലോകത്തിലും വന്നിട്ട് ഹിന്ദു മതത്തിനുடைய കാര്യങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കണം. ഹിന്ദു മതങ്ങൾ കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കണം. എല്ലാ മതവും മുസ്ലിം മതമുണ്ട്, ക്രിസ്ത്യൻ മതമുണ്ട്. ஆனால் കൂടുതൽ വന്നുകൊണ്ട് ഹിന്ദു മതത്തിൻ്റെ കാര്യങ്ങൾ വരുമ്പൊഴുത് അദ്ദേഹത്തിക്ക് ശക്തി കിട്ടിക്കൊണ്ടേ ഇരിക്കണം. അതായത് ഹിന്ദു മതം ഉയർച്ച ഉണ്ടാകുന്ന സമയത്ത് ഈ വിശ്വാമിത്രന്റെ പരമ്പരയിൽ പെട്ട ഒരു ആളാണ്, ആ വ്യക്തിയാണ് ഇദ്ദേഹം പൂർവ്വജന്മത്തിൽ വന്നിരിക്കുന്നത്. പൂർവ്വജന്മം വെച്ചാൽ കഴിഞ്ഞ ജന്മം கிடையாது, അല്ല പല ജന്മങ്ങളിൽ ഒരു ജന്മത്തില് ഇദ്ദേഹത്തിക്ക് ഒരു അനുഗ്രഹം ഉള്ളത് കൊണ്ടാണ് ഈ സ്ഥലത്ത് എത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നിയോഗം തന്നെയാണെന്ന് ഉറപ്പിക്കാം അല്ലേ? ആമാ, തീർച്ചയായിട്ടും ഉറപ്പിക്കാം. അത് അടുത്തതും അദ്ദേഹം തന്നെ പ്രഥമരായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് കൂടുതൽ. ശരി. അപ്പൊ ഈ ലോകം മുഴുവതും അദ്ദേഹം എങ്ങനെ ഏതുപോലെ വിചാരിക്കുന്നുണ്ടോ അതുപോലെ എത്താനുള്ള அமைப்புകൾ ഉണ്ട്. പൊതുവെ രാഷ്ട്രീയത്തില് ഇപ്പൊ നരേന്ദ്രമോദി പ്രസിഡന്റായിട്ട് വന്ന് ഇന്ത്യ ഒറ്റ രാജ്യം എന്നുള്ളതിൽ ഒറ്റ ഭരണം എന്ന കീഴിൽ വരാൻ സാധ്യതയുണ്ടെന്നൊക്കെ പ്രവചിക്കപ്പെടുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ അദ്ദേഹം ഇനി അടുത്ത പ്രധാനമന്ത്രി എന്നുള്ളതിൽ പ്രസിഡന്റ് ആവാൻ സാധ്യത ഉണ്ട്. അദ്ദേഹത്തിന് ഉണ്ട്. അപ്പൊ അതിനനുസരിച്ചുള്ള നിയമവശങ്ങളെല്ലാം ചേഞ്ച് ആവും. അത് ചേഞ്ച് ആകും. ആകുമെന്ന് വെച്ചാൽ ചില ഇപ്പോൾ വേറെ നാടുകൾക്ക് വന്നിട്ട് 2 പ്രാവശ്യം മാത്രമേ എല്ലാം പ്രഥമർ ആകുന്നുണ്ട്. ആണാക്ക മോഡിക്ക് മാത്രമേ അടുത്തടുത്ത് വരാനുള്ള ചാൻസുകളുണ്ട്. അത് എന്തുകൊണ്ടെന്നാക്ക വേറെ ആൾക്കാരെ വെച്ച് കഴിഞ്ഞാൽ എന്താവും, എന്ത് രീതിയിൽ ഉണ്ടാക്കി പോകുമെന്ന് അദ്ദേഹത്തിന് മനസ്സുക്കകത്ത് ഒരു സംശയങ്ങളുണ്ട്. അതുകൊണ്ടാണ് വന്നിട്ട് നമ്മൾ മാത്രം നിന്നാൽ മതി എന്ന് അദ്ദേഹം വിചാരിച്ചു കൊണ്ടിരിക്കും. അത് അദ്ദേഹം വിചാരിക്കുന്നത് ഇന്ത്യക്ക് വന്നിട്ട് മോശമായിട്ട് സംഭവിക്കുന്നതല്ല, നല്ലത് സംഭവിക്കണം, വല്ലരസ് ആകണം എന്നാണ് ഉദ്ദേശിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 2026. അപ്പോൾ അടുത്ത പ്രഥമർ ആവുന്നതിന് മുൻപ് ഇദ്ദേഹം ഇന്ത്യ ഒരു വല്ലരസായിട്ട് പോയി നിൽക്കും. അത് മാത്രം നമ്മൾ നേരത്തെ വിദേശത്തിലുള്ള സ്ഥലത്തിലിருந்து സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ஆனால் ഇപ്പോൾ അങ്ങനെ கிடையாது. അതേ സാധനങ്ങളെ ഇന്ത്യയിൽ ഉണ്ടാക്കി വിദേശത്തേക്ക് പോകും. അപ്പോൾ രാജ്യത്തെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു നിയോഗം അദ്ദേഹത്തിനുണ്ട്. രാജ്യം ഡെവലപ്മെന്റ് ആകും. അല്ല, അതിന്റെ നിയോഗം ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഉണ്ട്. അത് നമ്മൾ ഓരോ വർഷങ്ങൾ പോകുമ്പോഴും കാണാനുള്ള സാധ്യത ഉണ്ട്. അതുകൂടാതെ തന്നെ അദ്ദേഹം പോകുന്ന രാജ്യങ്ങൾ ഏത് രാജ്യം വെച്ചാൽ അമേരിക്ക പോകാൻ പാടില്ല, ചൈനക്ക് പോകാൻ പാടില്ല. അത് കഴിഞ്ഞിട്ട് വേറെ രാജ്യങ്ങൾ പോയി കഴിഞ്ഞാൽ വലിയ വലിയ ആൾക്കാരുകളും ബഹുമാനങ്ങൾ ഒരുപാട് വന്നുകൊണ്ടേയിരിക്കും അദ്ദേഹത്തിന്. അപ്പൊ ഈ ഭാരതത്തിന്റെ ശത്രു രാജ്യം അമേരിക്കയും ചൈനയും എന്നാണ് ഇപ്പൊ സ്വാമി പറഞ്ഞു വരുന്നത്. ശത്രു கிடையாது, പക്ഷേ ശത്രുവല്ല, മിത്രം തന്നെ. ആണാ പോകുമ്പോൾ എന്തെങ്കിലും ഒരു മനസ്സുക്ക് ഒരു സങ്കടം ഉണ്ടാകും. ആത്മീയമായിട്ട് പുള്ളിയുടെ പ്രഭാവം കുറയും. ആമാ, കുറയും. എന്തെങ്കിലും അവിടെ നടക്കുന്ന സമയത്തിലോ ഇല്ലെങ്കിൽ വിളിക്കുമ്പോഴോ ഒരു 10 ആൾക്കാർ ഒരു സഭയിൽ ഇരിക്കും. അതിൽ എന്തെങ്കിലും ഒരു സങ്കടങ്ങൾ വരാൻ ചാൻസ് ഉണ്ടാകും. അപ്പൊ അതിനർത്ഥം വെച്ചാൽ ഈ നരേന്ദ്രമോദിയുടെ നിയോഗത്തിന്റെ പ്രവാഹം കൂടുകയാണ്, പ്രഭാവം വർദ്ധിപ്പിക്കും. പല രാജ്യങ്ങൾ, അതായത് ചൈന, അമേരിക്ക ഒഴിച്ച് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചു കഴിഞ്ഞാൽ ഭാരത ഉയർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കും. വേറെ രാജ്യത്തിലുള്ള ആൾക്കാർക്ക് നരേന്ദ്രമോദിയുടെ അടുത്ത് സംശയങ്ങളും ചോദിക്കും. രാജഗുരു എന്ന രീതിയിലും എങ്ങനെയാണ് കൊണ്ടുപോകണം, ഇത് വേറെ ഏതെങ്കിലും ഇങ്ങനെ കൊണ്ടുപോകണം എന്ന് അദ്ദേഹം ഉദ്ദേശിക്കും. അപ്പോൾ അവൻ ചോദിക്കുമ്പോൾ ഇദ്ദേഹം ചില കാര്യങ്ങൾ എടുത്തു പറയും.
പഠിത്തങ്ങൾ ഇല്ലെങ്കിലും ആണ് കഴിവുകളുണ്ട് അദ്ദേഹത്തിന്. ശരി സ്വാമി, നമുക്ക് തിരിച്ച് നാഡീ ദോഷത്തിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഭാരതത്തിന് പുറത്തും പ്രഗത്ഭരായ രാഷ്ട്രീയക്കാരുണ്ടല്ലോ. ഇപ്പൊ ഉദാഹരണത്തിന് ട്രംപിനെ കുറിച്ച് ഉണ്ട്. ഇപ്പൊ ട്രംപിനെ കുറിച്ചിട്ടുള്ള അങ്ങ് തമിഴ് സിദ്ധ പരമ്പര വെച്ചിട്ട് എന്തെങ്കിലും പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു? നടത്തിയിട്ടുണ്ട്. അത് നടത്തിയതിൽ അപ്പോൾ നോക്കുമ്പൊഴുത് ആ ട്രംപ്ക്ക് வந்து ഇടയ്ക്ക് പെട്ടെന്ന് പ്രദർശിക്കാത്ത രീതിയിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. ബുദ്ധിമുട്ട് വെച്ചാൽ അസുഖം ഉണ്ടാകും. ഈ അസുഖം കാരണമായിട്ട് അദ്ദേഹം കിടപ്പിൽ രോഗങ്ങൾ വരக்கூடிய ഒരു ചാൻസ് ഉണ്ടാകും. ഇത് പ്രഥമരായിട്ട് ഇരിക്കുന്ന സമയത്ത് തന്നെ വരാനുള്ള ചാൻസ് ഉണ്ട്. അത് അങ്ങനെ 2 പ്രാവശ്യം അദ്ദേഹത്തിന് ഉണ്ടാകും. ഇത് നടക്കുന്ന സമയത്തിൽ പെട്ടെന്ന് അദ്ദേഹം ഒരു സഭയിൽ ഒരു മേടയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തലകരങ്ങി താഴെ വീഴக்கூடிய ഒരു ബുദ്ധിമുട്ട് என்பது അദ്ദേഹത്തിന് സംഭവിക്കും. അത് കാരണമായിട്ട് മനസ്സിൽ ഒരു പ്രയാസങ്ങൾ ഉണ്ടാകും. അപ്പോൾ അതിനുശേഷം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി ഉണ്ടാവില്ലെന്നാണോ പറയുന്നത്? ഇല്ല, രാഷ്ട്രീയ ഭാവിയിൽ ഉണ്ടാകും. രാഷ്ട്രീയ ഭാവി ഉണ്ടാകും. പ്രഭാവം കുറയും. വേറെ പ്രഭാവം വെച്ചാൽ എന്താ ഒരു வேலையெல்லாம் பெருசா செய்யறதுக்கு கஷ்டமா இல்லை. வேலைகள் வந்துட்டு வேலைகள் வந்து அதிகமாக வேற ராஜ்யங்களுக்கு உண்டாகும். வேற ராஜ்யங்கள்னாக்கா நம்ம ഇവിടെ നിന്ന് അങ്ങോട്ട് പോകും. அதுக்கு എന്തെങ്കിലും வந்துட்டு പൈസ കൂടുതലാകും, വരികൾ வந்து കൂടുതലാകും. അല്ലെങ്കിൽ അവിടെ ഉള്ള സാധനം ഇങ്ങോട്ട് വരുമ്പോഴത് അതുക്കുള്ള വരികൾ കൂടുതലാകും. ഇപ്പൊ ഡോളറിന്റെ കറണ്ട് രാഷ്ട്രീയ സിറ്റുവേഷൻ ആണ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ അല്ല, അതല്ല അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം ഈ പ്രസിഡന്റ് നിലയിൽ വലിയ സംഭാവനകൾ ചെയ്ത് മരിക്കാനുള്ള യോഗം ഉണ്ടോ എന്നാണ് ചോദിച്ചത്. അതാണ് ഇപ്പോൾ എടുത്ത് പറയാതെ ഇരുന്നത്. അദ്ദേഹത്തിന് ഇങ്ങനെ സംഭവിക്കും, ഒരു അസുഖം ഉണ്ടാകും, പെട്ടെന്ന് പ്രതീക്ഷിക്കാതെയുള്ള ഒരു സംഭവം മരണം വരെ സംഭവിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. രാഷ്ട്രീയത്തിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ വരാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് അങ്ങനെ വന്ന് സമീപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായി അദ്ദേഹത്തിന്റെ യോഗം കണ്ടെത്തി പറഞ്ഞു കൊടുക്കാൻ കഴിയും. തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കാം. അപ്പൊ അതായത് MLA ആവാം, പ്രസിഡന്റ് ആവാം, പ്രധാനമന്ത്രി ആവാം, യോഗം നേരത്തെ അറിയുകയാണെങ്കിൽ പിന്നെ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും. പരിഹാരം ഉണ്ടെങ്കിൽ അത് നിർദ്ദേശിക്കും. പരിഹാരം ഉണ്ടെങ്കിൽ പറയാൻ പറ്റും. ഇപ്പൊ ആന്ധ്ര, കർണാടക, കേരള ഇവിടെല്ലാം വന്നിട്ട് BJPന്റെ ഇത് കുറവായിട്ടാണ് ഇരിക്കുന്നത്. ஆனால் അടുത്ത രാഷ്ട്രീയങ്ങൾ വരുമ്പോഴത് BJPന്റെ ആൾക്കാർ வந்து പിടിക്കാനുള്ള ചാൻസുകളുണ്ട്. BJPന്റെ സ്ഥലങ്ങൾ வந்து പിടിക്കാനുള്ള ചാൻസുകൾ മുഴുവൻ BJP ഭരിക്കുമെന്നാണ് പറയുന്നത്. ഭാരതം മുഴുവൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അത് BJPന്റെ ഒരുപാട് സ്ഥലങ്ങൾ கிடையாது, എവിടെയെങ്കിലും ഓരോ സ്ഥലം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ കേരളത്തിൽ ഇപ്പൊ രാഷ്ട്രീയ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ വരുമ്പോ കേരളത്തിൽ അടുത്ത നിയമസഭ ഇലക്ഷൻ വരെയാണ്. BJPക്ക് എത്രത്തോളം സാധ്യത ഉണ്ടായിരിക്കും? BJPക്ക് வந்து 2-3 സ്ഥലത്തിൽ വരാനുള്ള ചാൻസും ഉണ്ട്. 2-3 സീറ്റ് മാത്രമേ കിട്ടുള്ളൂ, അതോ അതിൽ കൂടുതൽ കിട്ടുന്നതാണ്? കൂടുതൽ വന്നിട്ട് പട്ടണ് കിട്ടുമല്ല, ആണാക്ക 2-3 സ്ഥലത്തിൽ ഓരോ ഇടത്തിലും വന്നിട്ട് കിട്ടാനുള്ള ചാൻസിലും ഉണ്ട്. മൊത്തം ഇവിടെ 140ഓളം സീറ്റുകളുണ്ട്. അപ്പൊ അതില് 2-3 ഇപ്പൊ സാധ്യത ഓരോ സ്ഥലങ്ങൾ ഇപ്പൊ തിരുവനന്തപുരം ഉണ്ട്, തിരുച്ചൂർ ഉണ്ട്, എറണാകുളം ഉണ്ട്. ഇപ്പൊ ഇതിന്റെ സ്ഥലങ്ങൾ വെച്ചാണ് ഞാൻ പറയുന്നത്. അങ്ങനത്തെ ഉള്ള രീതിയിൽ വെച്ച് പറയുന്നത്. 2-3 സീറ്റുകളെ കിട്ടാൻ സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. അതിൽ സ്ഥലങ്ങളില്ല, നമുക്ക് സ്ഥലങ്ങളില്ല. ജില്ല എന്നാണ് പറയുന്നത്. ജില്ലാ ലെവലില് ഒരുപാട് സീറ്റുകൾ കിട്ടാം. ഇപ്പൊ മാവട്ടങ്ങൾ 140 മാവട്ടങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു 10 മാവട്ടങ്ങൾക്ക് വരാനുള്ള ചാൻസുകൾ ഉണ്ട്. മിനിമം 10 മണ്ഡലങ്ങൾ കിട്ടും. 10 കിട്ടാനുള്ള ചാൻസുകൾ ഉണ്ട്. അത് കൂടെ അപ്പൊ അങ്ങനെയാണെങ്കിൽ കേരളത്തില് ഉള്ള രാഷ്ട്രീയത്തില് ഉള്ള ആൾക്കാർ അങ്ങനെ സമീപിക്കുകയാണെങ്കിൽ ഇന്ന മണ്ഡലങ്ങളിൽ നിന്ന് അവർക്ക് വിജയിക്കാൻ സാധ്യത ഉണ്ടോ ഇല്ലെന്നൊക്കെ അറിയാൻ പറ്റുമോ? അത് നോക്കി നമ്മുടെ അടുത്ത് വന്ന് നോക്കിക്കഴിഞ്ഞ് ഗ്രന്ഥങ്ങൾ ഋഷികന്മാർ എന്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അത് നോക്കിയാലേ നമുക്ക് അറിയാൻ പറ്റും. എങ്കിൽ കിട്ടുമോ കിട്ടാതോ, അല്ലെങ്കിൽ എങ്ങനെ പോകും, അല്ലെങ്കിൽ വേറെ ആൾക്കാരുകൾ ഇങ്ങോട്ട് വരുന്നത്, കച്ചി മാറുന്നത്. ഇപ്പൊ 10 വർഷമായിട്ട് ഒരു കച്ചിൽ ഉണ്ടായിരിക്കും, അത് നമുക്ക് ഇതുവരെ ഒന്നും കിട്ടിയില്ല. നമുക്ക് കച്ചി മാറണമോ വേണ്ടാമോ, അല്ലെങ്കിൽ ഇതിൽ തന്നെ ഇരുന്നാൽ മതിയാ, അല്ലെങ്കിൽ അതിൽ മേലോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് കൂടി അവൻ ചിന്തയിൽ ഉണ്ടാകും. ഓക്കെ. അപ്പൊ അതായത് ഏത് രാഷ്ട്രീയത്തിൽപ്പെട്ട ഒരാൾക്ക് വേണമെങ്കിലും വേറെ രാഷ്ട്രീയ കക്ഷിയിലോട്ട് മാറുകയാണെങ്കിൽ അത് ഗുണകരമാണോ ഇല്ലയെന്നും അറിയാൻ പറ്റും. അറിയാൻ പറ്റും. അത് രാഷ്ട്രീയക്കാർക്ക് അറിയാൻ പറ്റും, 3 മതങ്ങൾക്ക് അറിയാൻ പറ്റും. അത് ഏത് മതമായാലും അറിഞ്ഞു കഴിഞ്ഞാൽ അവങ്ങൾക്ക് ഏത് സമയം പോകാൻ പറയാൻ പറ്റും. അപ്പൊ സ്വാമി, ഇപ്പൊ നമ്മൾ സൂക്ഷ്മകാണ്ഡമാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നകാണ്ഡത്തിലും സൂക്ഷ്മകാണ്ഡവും തമ്മിൽ വ്യത്യാസം എന്താണ്? പ്രശ്നം വയ്ക്കുക സാധാരണ ജ്യോതിഷന്മാരൊക്കെ കബഡി നിരത്തിയിട്ട് പ്രശ്നം വയ്ക്കുന്ന സംവിധാനമുണ്ട്. ഒരു രാശി കിട്ടുന്നു, അത് വെച്ച് പറയും. അപ്പൊ ഈ പ്രശ്നകാണ്ഡം എന്ന് പറയുന്ന ഒരു കാണ്ഡത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അത് എന്താണ് എന്ന് പറയാമോ? പ്രശ്നകാണ്ഡം എന്ന് വെച്ചാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണോ അത് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് എഴുതി കൊടുക്കണം. അത് എഴുതി കൊടുക്കുമ്പോൾ അത് ഉത്തരം നമുക്ക് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കും, കൃത്യമായിട്ട് നിങ്ങൾക്ക് പറയും. അത് ചോദിക്കുന്ന കാര്യത്തിക്ക് ഇപ്പം നിങ്ങൾ ഒരു ചോദ്യം ഉണ്ടായിരിക്കും, എനിക്ക് ഇതുവരെ വിവാഹം കഴിച്ചിട്ടില്ല, നമുക്ക് എപ്പോൾ നമുക്ക് വിവാഹം നടക്കും,
അത് നിങ്ങൾ പറയുമ്പോഴത് அப்போ நீங்கள் விவாகம் நடக்கும் இத்தனை மாசத்துக்குள்ள നിങ്ങൾക്ക് വിവാഹം നടക്കാനുള്ള ചാൻസ് ഉണ്ട് നടക്കും എന്ന് പറയും. ചാൻസ് ഇല്ല, നടന്ന് തീരും എന്നാണ് നിങ്ങൾ പറയുന്നത്. അപ്പോൾ ഒരാൾ ഒന്ന് ചോദിക്കും, എനിക്ക് ഇതുവരെ കല്യാണം കഴിച്ചിട്ട് കുട്ടികളില്ല, 10 വർഷം ആയിട്ടുണ്ട്, നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാകുമോ ഉണ്ടാകാതാ? അപ്പോൾ അത് നോക്കി പറയുമ്പോൾ നിങ്ങൾക്ക് കുട്ടി ഉണ്ടാകും, എത്ര മാസത്തകത്ത് നിങ്ങൾക്ക് കുട്ടി ഉണ്ടാകും എന്നൊക്കെ കരുത്തരിക്കും, പ്രഗ്നന്റ് ആകാനുള്ള ചാൻസ് ഉണ്ട് എന്ന് പറയും. അപ്പോൾ അതിനകത്ത് നിങ്ങൾ യോഗം ഉണ്ടെങ്കിൽ ഋഷി എഴുതി വെച്ചത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ നിങ്ങൾ ചോദിക്കില്ല, പക്ഷെ താങ്കൾ തന്നെ അതിനകത്ത് പറയും. ഓക്കെ. അപ്പോൾ ഒരാൾക്ക് ഒരു നാടിയൊരു പ്രശ്നം കണ്ട് എടുക്കുമ്പോൾ ഇത്ര ക്വസ്റ്റ്യൻ ചോദിക്കാവും, അങ്ങനെ വല്ലതും ഉണ്ടോ, ചോദ്യങ്ങൾ ചോദിക്കാവും? ഇത് മാക്സിമം ഒരു 5 ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. മാക്സിമം 5 ക്വസ്റ്റ്യൻ ആയിട്ടാണ് അത് പറഞ്ഞിരിക്കുന്നത്. അതായത് നിങ്ങളുടെ ഒരു സംവിധാനം വെച്ച് നോക്കുമ്പോൾ ഒരാൾക്ക് ഒരു 5 ചോദ്യം കൃത്യമായ ചോദ്യം തയ്യാറാക്കി അങ്ങനെ സമീപിക്കുകയാണെങ്കിൽ ആൻസർ പറഞ്ഞോളൂ. നമ്മൾ 5 ക്വസ്റ്റ്യൻസിന് നമ്മൾ പറയും, പക്ഷെ அவங்க എഴുതുന്ന 5 ക്വസ്റ്റ്യൻ അല്ല, വായിക്കുമ്പോൾ പറയാം 10 ക്വസ്റ്റ്യൻ ആയിട്ട് വരും നമുക്ക് അതിൽ. അതായത് 5 ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിൽ വിശാലമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരും എന്നല്ല, ഡീറ്റെയിൽ ആയിട്ട് വരും. തീർച്ചയായിട്ടും അത് അങ്ങനത്തെ ഉള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഈ ജാതകം ഇല്ലാത്തവർക്കുള്ള സൗകര്യമാണോ ശരിക്കും? ആക്ച്വലി ഒരു ജാതകം ഇല്ല, ജനിച്ച സമയം ഇല്ലാത്ത ഒരാൾക്ക് സൂപ്പർ, இதுதான் നമുക്ക് நல்ல மெயினான क्वेश्चंस. இப்போ நம்ம வீட்டில் ஜனிச்சது அച്ഛനമ്മയെ ഉണ്ടായിട്ട് ஹாஸ்பிட்டலில் ஜனிச்சாக்கா സമയം കിട്ടും, വീട്ടിൽ ജനിച്ചാൽ സമയം കിട്ടും, അച്ഛനമ്മ മറന്നു പോയിടും. അപ്പോൾ இவங்க എന്ത് ചെയ്യணும்னாக்கா அவங்க നോക്കി എടുക്കും பொழுது அவங்களுக்கு இதான் നിങ്ങളുടെ கிரந்தத்தினகத்து உண்டாயிருக்கும், இதான் നിങ്ങളുടെ ஜாதகம், இதான் നിങ്ങൾക്ക് ശരിയായിട്ട് വന്നിരിക്കും എന്ന് ഞങ്ങൾ പറഞ്ഞിരിക്കും. அதை எடுத்து அவங்களுடைய பாவி ஜீவிதங்களை சில ஆளுக்கு விசுவாசிக்கல, നിങ്ങൾ എന്തോ ഒരെണ്ണം എടുത്ത് കൊടുത്തിട്ടുണ്ട് എന്ന് പോകും, പക്ഷെ അവങ്ങൾക്ക് ഭാവിയിൽ പറഞ്ഞ് സംഭവിച്ച ശേഷം അവൾ വിശ്വാസിക്കും. അതായത് ഒരാളുടെ ഇപ്പൊ സാധാരണ ഒരു ജ്യോത്സ്യനെ സംബന്ധിച്ചോളം ജനിച്ച സമയം ഉണ്ടെങ്കിലേ പറയാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ പ്രശ്നം വയ്ക്കണം. ഇപ്പൊ നാഡിയെ സംബന്ധിച്ചോളം ജനിച്ച സമയം അറിഞ്ഞുകൂടെങ്കിലും അവരെ നാഡി കണ്ടെത്താൻ കഴിയും. 2, ഇതൊന്നും അല്ലാതെ ഒരു വിഷയം ചോദിക്കണമെങ്കിലും പ്രശ്നകാണ്ഡം വെച്ചിട്ട് പ്രശ്നങ്ങൾ പറയാൻ പറ്റും. അത് പ്രശ്നം എന്തായാലും ഫസ്റ്റ് ആദ്യം നിങ്ങളുടെ ഭാവി ജീവിതത്തിലുള്ള ഫസ്റ്റ് ചാപ്റ്റർ ഒന്നുണ്ട്, ജനറൽ കാണ്ഡം. മൊത്തം 27 കാണ്ഡങ്ങളുണ്ട്, അതിൽ ഫസ്റ്റ് കാണ്ഡം എടുത്ത് നോക്കണം. അത് ഒരാളുടെ ജീവിതത്തിൽ 27 ഘട്ടങ്ങളായിട്ട് വിശദമായി പറഞ്ഞിട്ടുണ്ട്. അത് ഓരോരോ ഈ ഓലക്കെട്ടുകളാണ്, കാണിക്കാവുന്നു. ഇതാണ് അതിനുடைய ഓലകൾ, ഈ പല ഓലയല്ലേ. ഇത് ഏകദേശം എത്ര വർഷം പഴക്കം ഉണ്ടായിരിക്കും? ഇത് ഏകദേശം பார்த்தாக்கா சர்போஜி மன்னர்கள் வாழ்ந்த காலகட்டங்கள், இது பார்த்தாக்கா ஒரு 1500 வருடங்களுக்கு முன்பு எழுதியതാണ്. ഓക്കെ. 18 മഹർഷികൾ ഉണ്ടായിരുന്നത്. അത് 1500 വർഷമായിട്ട് ഇതിനെ സംരക്ഷിച്ചു വരെയാണ് നിങ്ങളുടെ ഫാമിലി അല്ലേ? 1500 വർഷമായിട്ട് നിങ്ങൾ സൂക്ഷിച്ചാണ് വെച്ചുകൊണ്ടിരുന്നത്. ഇത് പാരമ്പര്യമായിട്ടാണ് ഉള്ളത്. ഇത് 5ാമത്തെ ജനറേഷനാണ് நான் നോക്കുന്നത്. நானும் എൻ്റെ ചേട്ടൻ ഗുരുനാഥர்கள் എല്ലാം മേൽമേലും ഉണ്ട്, അവങ്ങെല്ലാം കൂട്ടാണ് 5ാമത്തെ ജനറേഷനാണ് വെച്ച് നോക്കുന്നത്. അത്ഭുതകരമായിരിക്കുന്നു. കാരണം വെച്ചാൽ ഇന്നത്തെ കാലത്ത് ഈ ഓലയൊക്കെ സംരക്ഷിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെലവേറിയ ഒരു ജോലിയാണ്. അപ്പൊ ഇത്തരം നാഡികൾ നോക്കി അങ്ങ് കൃത്യമായി ഫലം പറയും. അപ്പൊ എനിക്ക് ഈ പ്രേക്ഷകരോട് പറയാനുള്ളത്, നിങ്ങൾ എത്രയും വേഗം തന്നെ നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് അറിയണമെങ്കിൽ, ഇതുപോലെ രാഷ്ട്രീയ കാണ്ഡത്തെക്കുറിച്ച് അറിയണമെങ്കിൽ, പ്രശ്നകാണ്ഡത്തെക്കുറിച്ച് അറിയണമെങ്കിൽ, നിങ്ങൾ ജനിച്ച സമയം അറിഞ്ഞുകൂടെങ്കിൽ നിങ്ങൾ ഒട്ടും അമാന്തിക്കേണ്ട. നമുക്ക് നേരെ തന്നെ ഈ കെ ഉത്തമരാജൻ എന്നറിയപ്പെടുന്ന ഈ പ്രശസ്ത നാഡി അസ്ട്രോളജർ, അദ്ദേഹം തിരുവനന്തപുരത്ത് ശ്രീകണ്ഠേശ്വരത്തുണ്ട്. അദ്ദേഹത്തിൻ്റെ നമ്പരും ഡീറ്റെയിൽസൊക്കെ നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അത് നോക്കുക, അദ്ദേഹത്തെ വിളിക്കുക, അദ്ദേഹത്തോട് അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്യുക. നിങ്ങളുടെ പേര് നക്ഷത്രമോ ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അവിടെ ചെന്ന് നിങ്ങളുടെ വിരലടയാളം എടുത്തതിന് ശേഷം അത് വെച്ചിട്ട് അവർ കണ്ടെത്തും എന്നാണ് അവർ പറയാറുള്ളത്. അപ്പോൾ ഇത് ഇവിടെ വെച്ച് തീരുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് മഹത്തായ വിജ്ഞാനമാണ്, അത്ഭുതങ്ങൾ നിറഞ്ഞൊരു ലോകമാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയേണ്ട ആവശ്യമുണ്ട്. അപ്പം വരുന്ന എപ്പിസോഡുകൾ നിങ്ങൾ ദയവായി കാണണം. അതിനുവേണ്ടി ഞങ്ങൾ തയ്യാറായിരിക്കുന്നു. ഞങ്ങളുടെ അടുത്ത എപ്പിസോഡുകൾ ഉടൻ തന്നെ വരുന്നതായിരിക്കും. തീർച്ചയായും നിങ്ങൾ കാണുമെന്ന് വിശ്വസിക്കുന്നു. കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അനുഭവങ്ങൾ, നിങ്ങൾ ചിലപ്പോൾ നാഡി ജ്യോതിഷത്തിൽ എവിടെയെങ്കിലും പോയിട്ടുണ്ടായിരിക്കും, അതിൻ്റെ അനുഭവങ്ങൾ കൂടെ നിങ്ങൾ രേഖപ്പെടുത്തണം.